ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തഴുതാമ വെച്ചുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. അപ്പം നമുക്ക് തഴുതാമ പറിക്കാൻ ടെറസിൻ്റെ മുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ വള്ളി കെട്ടിയത് ഈ പടവലത്തിനെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് മുരടിച്ച് പോവുകയാണ് ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും. കണ്ടോ, അതിൻ്റെ തുമ്പൊക്കെ പോയി. അപ്പോൾ ഞാനിത് വീണ്ടും തന്നെ ഈ മാവിൻ്റെ അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞാണ് ഇത് ഈ കായൊക്കെ ഇങ്ങനെ ഉണ്ടായത്. കണ്ടോ, ചെറിയ പടവലയാണ്. 2 ഉണ്ടായിട്ടുണ്ട്, 3 ഉണ്ട്, ഒന്ന് ചെറുതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. പടവലം ഇത് തഴുതാമയാണ്. അപ്പോൾ നമുക്കിതും വെച്ചൊരു തോരനുണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ചീര നട്ടതിൻ്റെ ഇടയിൽ നിന്നാണ് മുളച്ചത്. എങ്ങനെ മുളച്ചെന്നൊന്നും അറിയില്ല. ഒരു തഴുതാമ ഉണ്ടാവില്ല. ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിറച്ച് എന്ത് മണ്ണിട്ടാലും തഴുതാമയാണ് മുളക്കണത്. അപ്പോൾ ഇത് നമ്മുടെ തഴുതാമ എല്ലാം പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കറിക്കുള്ള ഒരു ഉള്ളതുണ്ട്. നമുക്കിതൊന്ന് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കാം. മണ്ണാണ് നിറച്ച്. വെള്ളിരിയുണ്ട്, പയറ്, തണ്ണിമത്തനുണ്ട്, പിന്നെ ഇതിൻ്റെ ഇടയിൽ ബീൻസും ഉണ്ട്. കുറ്റി ബീൻസാണ്. നമ്മുടെ ഇവിടെയുള്ളത് വള്ളി ബീൻസാണ്. കണ്ടോ, ഇത് കുറ്റി ബീൻസാണ്. ഇത് പൂക്കാറായിട്ടുണ്ട്, മുട്ടിട്ട് തുടങ്ങി. പിന്നെ ഇതിൽ എന്താണ്, പാവയ്ക്കുണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചീരയാണെങ്കിൽ പലതരത്തിലുള്ളതുണ്ട്. മുളക് മുളക്കണുണ്ട്. പാകിയ മുളകല്ല, ഈ മുളക് പൊടിക്കാനായിട്ട് മേടിച്ചപ്പോൾ അത് കഴുകിയപ്പോൾ ആ വെള്ളം കൊണ്ട് ഒഴിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് വീണ വിത്തുകളാണ് ഈ മുളച്ചേക്കണേ. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഈ ചീര ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. അതിൻ്റെ ഒരു കുറച്ച് അരി ഉണ്ടായുള്ളൂ, ഇത്രയ്ക്കേ ഉണ്ടായുള്ളൂ. അത് മുളച്ചതാണ്. പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായതാണ്. മത്ത മുളച്ചിട്ടുണ്ട്. തഴുതാമ ഒരെണ്ണമേ ഉണ്ടായുള്ളൂ. പക്ഷെ അതിപ്പോൾ ഏത് മണ്ണ് കുഴച്ചിട്ടാലും തഴുതാമയാണ് നിറച്ച്. ഇപ്പം നമ്മുടെ അച്ചിങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഒരു സങ്കടമുണ്ട്. ഈ അച്ചിങ്ങ ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ തത്തകൾ വന്ന് എല്ലാം കുത്തി താഴ്ത്തിടും. കുറച്ച് കഴിക്കും, കുറച്ച് കൊത്തി തിന്നും. അതിൻ്റെ ഇടയ്ക്ക് 2 ചോളം നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ 2 ചോളം ഉണ്ടായിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. ആദ്യമേ ഇത് നമ്മൾ പറിച്ച് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരമാണ്. നമ്മൾ കപ്പയൊക്കെ കഴിച്ചിട്ട്, പച്ചക്കപ്പയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നാവും കൊണ്ട് നുണയുമ്പം നല്ലൊരു രുചിയുള്ള ഇതാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു 100 പോലെ ഉണ്ടാകും. അത് ചെടിച്ചട്ടിയൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. സമയമുള്ളപ്പോൾ നോക്കി പെയിൻ്റ് അടിക്കും. ഗേറ്റിനടിക്കാൻ പെയിൻറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായി. അതിൻ്റെ ബാലൻസ് ഉണ്ടായതുകൊണ്ടാണ് ചെടിച്ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചത്. ഇനി അതൊക്കെ മണ്ണ് നിറച്ച് നടണം. ഈ സൂര്യൻ ഉദിച്ചിങ്ങോട്ട് വരുന്നതല്ലേ, ഭയങ്കര നോക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങോട്ട് കണ്ണങ്ങോട്ട് മഞ്ഞളിച്ച് പോകുന്നു. അപ്പോൾ പച്ചമുളകും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ള പച്ചമുളകും കൂടെ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാം. നല്ല എരിവുള്ള മുളകാണ്. തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഒരു 2 ആഴ്ചയും കൂടെ പിടിക്കും ഇനി പഴുത്ത് കിട്ടാനുണ്ട്. ചോളമാണ് ഞാൻ തത്ത കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ചോളമല്ല കൊണ്ടുപോകുന്നത്, പയറാണ്. എല്ലാം കൊണ്ടുപോകും. രാവിലെ സമയമാണ് വരുന്നത്. നമ്മൾ ചെല്ലുമ്പോഴത്തേനും തൊണ്ട് മാത്രം ഉണ്ടാവും. അപ്പോൾ അതേ ഞാൻ തഴുതാമയൊക്കെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ തഴുതാമ കഴിക്കുന്നത് വയറിനും മൂത്രം പോകാനും ഒക്കെ നല്ലതാണ്. ഇത് ഒരു ചോടയുണ്ടായുള്ളൂ. അത് പൂത്ത് അതിൻ്റെ കാ വീണ് ഇപ്പോൾ ഗ്രോ ബാഗിൽ എന്ത് നട്ടാലും ഈ തഴുതാമയാണ് ആദ്യം മുളക്കുന്നത്.
ഇത് അരിഞ്ഞെടുക്കാം. നല്ല കിളിന്ത് തഴുതാമയാണ്. ചീരേനേക്കാളും ടേസ്റ്റാണ് ഈ തഴുതാമയ്ക്ക്. അപ്പോൾ തഴുതാമയൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആരും ചെടിച്ചട്ടിയിലോ നമ്മളെന്തെങ്കിലുമൊക്കെ നടുമ്പോഴൊക്കെ അതിൻ്റെ ചോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഈ ഉറുമ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. അതാരും പറിച്ച് കളയരുതേ. അതിങ്ങനെ വലുതാകുമ്പോഴത്തേനും ഇങ്ങനെ പടർന്നാണ് ഇതുണ്ടാവുന്നത്. നമ്മൾ ഈ റോഡിൻ്റെ അരികിലൊക്കെ കാണുന്ന പോലെയുള്ള തഴുതാമയല്ല ഇത്. ചീരയുടെ ഇടയിലൊക്കെ ഇങ്ങനെ നമുക്ക് വിൽക്കാനൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടാവില്ലേ, ഇത് അതുപോലത്തെ തഴുതാമയാണ്. മറ്റതിങ്ങനെ വള്ളി പോലെ അങ്ങോട്ട് പോകുമല്ലേ, ഇതിങ്ങനെ വട്ടത്തിലിങ്ങനെ പടർന്ന് കിടക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ തഴുതാമ ഇങ്ങനെ തോരനുണ്ടാക്കുന്നത്. അധികം പണിയൊന്നുമില്ല. ഇത് അരിഞ്ഞ് ഇത്തിരി തേങ്ങയും ചിരണ്ടിയിട്ട് 2 പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഇട്ടാൽ മതി. കറിവേപ്പില ഇടണ്ട. ചീരക്ക് നമ്മളങ്ങനെ കറിവേപ്പില അധികം ഇടില്ല. ചുവന്നുള്ളിയാണ് കൂടുതലിടുന്നത്. എനിക്കിങ്ങനെ വിരലിൽ കവറിടാതെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ മുറിയും. പേടിച്ചാണ് ഞാൻ അരിയണേ. ഞാനെപ്പോഴും കവറ് വിരലിൽ ഇട്ടിട്ടാണ് അരിയുള്ളൂ. ഒരല്പം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. വേദനയും ആയിരിക്കും വിരലിങ്ങനെ. അത് ഞാൻ എവിടെ വെച്ചതെന്ന് മറന്നുപോയി. പലകയിൽ വെച്ച് മുറിക്കാൻ അതും പേടിയാണ്. വിരലെങ്ങാനും മുറിഞ്ഞു പോകുമെന്നാണ് എൻ്റെ പേടി. ഞാൻ എന്ത് സാധനം അരിയുമ്പോഴും വിരലിൽ ആ ഉറയിട്ടിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്നൊന്ന് ആവി കൊണ്ടാൽ മതി, അപ്പോഴത്തേനും അത് വെന്ത് കിട്ടും. അപ്പോൾ അതേ 2 പിടുത്തം തേങ്ങ ചെരുകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7-8 ചുവന്നുള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 പച്ചമുളകും കൂടെ പറിച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് ഒതുങ്ങി കിട്ടും. നല്ല എരിവുണ്ട്. ഇനി ഇതൊരൊറ്റ കറക്കാവുള്ളൂ. ഒത്തിരി അങ്ങോട്ട് കറക്കരുത്, അപ്പോൾ ഇതങ്ങോട്ട് കണ്ടമാനം അങ്ങോട്ട് അരഞ്ഞു പോകും. പതുക്കെ ഒന്ന് കറക്കിയെടുക്കുക. ഒറ്റ കറക്കാവുള്ളൂ. ഇതുപോലെ ഒതുങ്ങിക്കിട്ടണം. അപ്പോൾ നമുക്കിനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നല്ലപോലെ ചൂടാവട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവണേ. ഇനി ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. കരിഞ്ഞും പോകരുത്, പൊട്ടാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളി. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ തേങ്ങ ഒതുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നിറച്ചുണ്ടെങ്കിലും ഇത് ഒന്ന് ചൂട് കൊള്ളുമ്പോഴത്തേനും അങ്ങ് ഒതുങ്ങി കിട്ടിക്കോളുവേ. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പൊരല്പം ഇട്ട് കൊടുത്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതിയേ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് പൊത്തി വെച്ച് കൊടുക്കണേ. ഇത് മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് ഒന്നങ്ങോട്ട് ഒതുങ്ങി കിട്ടും. 1 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇത് അധികം മൂത്ത് പോകാത്തതാണ്. ഇത് നല്ലപോലെ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തഴുതാമ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തഴുതാമ കിട്ടുമ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ. ഇപ്പോൾ എരിവും ഉപ്പും ഒക്കെ ഉണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.